ഹലോ എവരി വൺ, ഐ എം ഗൂഗിൾ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ട്രാക്സ്ലർ കൗണ്ടർ അറ്റാക്കിൻ്റെ ഡിക്ലൈൻഡ് വേരിയേഷനാണ് കാണാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ ചാനലിലെ നേരത്തെ രണ്ട് വീഡിയോയിൽ ട്രാക്സ്ലർ കൗണ്ടർ അറ്റാക്കിൻ്റെ ആക്സെപ്റ്റഡ് വേരിയേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് വന്നപ്പോൾ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ്, ഇത് വൈറ്റ് ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിന് എങ്ങനെയാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് ഇത് കളിക്കുമ്പോൾ വൈറ്റ് എങ്ങനെയാണ് കൃത്യമായിട്ട് കളിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കധികം സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. E4, E5, Knight F3, Knight C6, Bishop to C4, Italian game. Knight to F6, 2 knights defense. Knight to G5, Knight attack. Bishop to C5, Traxler counter attack. ഇതാണ് ട്രാക്സ്ലർ കൗണ്ടർ അറ്റാക്കിൻ്റെ ഓപ്പണിംഗ് മൂവ്സ്. ഇതിനുശേഷം നൈറ്റ് ക്യാപ്ചേഴ്സ് ഓൺ F7, ക്വീനെയും റൂക്കിനെ ഒരുമിച്ച് ഫോർക്ക് ചെയ്യുന്നു. ഇതിനുശേഷം ബ്ലാക്ക് ബിഷപ്പ് ക്യാപ്ചേഴ്സ് ഓൺ F2 വിത്ത് ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ ആക്സെപ്റ്റഡ് വേരിയേഷൻ എന്ന് പറയുന്നത് കിങ് ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നതായിരുന്നു. ഇതിനുശേഷം നൈറ്റ് ടു E4 ചെക്ക് കൊടുക്കുന്നു. കിങ്ങിന് 6 മൂവ്സ് ഉണ്ടായിരുന്നു. ഈ 6 മൂവും നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നേരത്തെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഒന്ന് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ, ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഡിക്ലൈൻഡ് വേരിയേഷനെ പറ്റി കണ്ടു നോക്കാം. ഡിക്ലൈൻഡ് വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ, അതായത് ബിഷപ്പ് ക്യാപ്ചേഴ്സ് ഓൺ F2 വിത്ത് ചെക്കിന് ശേഷം കിങ് F1ലേക്കോ E2ലേക്കോ പോകുന്നതിനെയാണ് ഡിക്ലൈൻഡ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം കിങ് E2ലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. E2ലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ വൈറ്റിൻ്റെ ഏറ്റവും മോശപ്പെട്ട മൂവാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇതിനുശേഷം നമ്മൾ നൈറ്റ് ടു D4 ചെക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റിന് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ കിങ് F1ലേക്ക് പോവാം. ഇപ്പോൾ കിങ് F1ലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. കിങ് F1ലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്വീനെ നൈറ്റിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കും. ക്വീൻ ടു E7. ഇതിനുശേഷം നൈറ്റ് ഉറപ്പായിട്ട് നമ്മുടെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യും. ഇതിനുശേഷം പോൺ ടു D5, നമ്മൾ വൈറ്റിൻ്റെ E4ലിരിക്കുന്ന പോണിനെയും C4ലിരിക്കുന്ന ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് വൈറ്റിൻ്റെ പോൺ വെച്ചോ ബിഷപ്പ് വെച്ചോ നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. എങ്ങനെ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബിഷപ്പ് വെച്ച് നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത മൂവിൽ ബിഷപ്പ് ടു G4 കൊടുക്കുന്നു, ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ അവിടെ ട്രാപ്പായി. ക്വീനിന് രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയില്ല. അടുത്ത മൂവിൽ ക്വീൻ്റെ കാര്യം പോക്കാണ്. ഇത് തന്നെയാണ് ബിഷപ്പ് ക്യാപ്ചർ ചെയ്യാതെ E4ലിരിക്കുന്ന പോൺ നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബിഷപ്പ് ടു G4 കളിക്കുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും വേണമെങ്കിൽ വൈറ്റിൻ്റെ ബിഷപ്പ് വെച്ച് E2ലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ബിഷപ്പിൻ്റെ അറ്റാക്ക് തടയാനായിട്ട് സാധിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, കാരണം ബിഷപ്പ് ക്യാപ്ചേഴ്സ് ബിഷപ്പിന് ശേഷം ചെക്കാണ്. ക്വീനിന് ക്യാപ്ചർ ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴികളൊന്നുമില്ല. ഇതിനുശേഷം നമുക്ക് നമ്മുടെ നൈറ്റ് വെച്ച് സുഖമായിട്ട് ക്വീനിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വൈറ്റിന് ആകെയുള്ളൊരു വഴി എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ തന്നെ, അതായത് നമ്മൾ പോൺ ടു D5 കളിച്ചതിന് ശേഷം തന്നെ ബിഷപ്പ് ടു E2 കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് വൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ തിരിച്ച് H4ലേക്ക് വിഡ്രോ ചെയ്യുന്നു. ഈ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാലും ബ്ലാക്കിന് ഒരു റൂക്ക് കുറവാണെങ്കിൽ പോലും ബ്ലാക്ക് വളരെ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റ് H8ലിരിക്കുന്നതുകൊണ്ട് അത് വളരെ ഇനാക്റ്റീവാണ്. ആ നൈറ്റ് കൊണ്ട് ഒരു കാര്യമില്ല, നൈറ്റ് അവിടെ ഉള്ളതും ഇല്ലാത്തതല്ല ഒരുപോലൊക്കെ തന്നെയാണ്. നേരെ മറിച്ച് വൈറ്റിന് അവിടെ ക്യാസൽ ചെയ്യാൻ പറ്റുന്നില്ല, ബ്ലാക്കിന് ക്യാസൽ ചെയ്യാനായിട്ട് ഇപ്പോഴും സാധിക്കും. രണ്ടാമത്തെ ബിഷപ്പിനെയും കൂടെ വളരെ പെട്ടെന്ന് കടയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വൈറ്റിൻ്റെ ക്വീൻ സൈഡ് പീസസ് ഒന്നും തന്നെ ആക്റ്റീവ് അല്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്കിന് വളരെ നല്ലൊരു പൊസിഷനാണ് കളിച്ച് മുന്നോട്ട് പോകാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വേരിയേഷൻ കണ്ടു നോക്കാം. ബിഷപ്പ് ക്യാപ്ചേഴ്സ് F2 ചെക്കിന് ശേഷം കിങ് ടു F1. ട്രാക്സ്ലർ കൗണ്ടർ അറ്റാക്കിനെ വൈറ്റിന് നേരിടാനായിട്ട് കളിക്കാവുന്ന ഏറ്റവും മികച്ച 2 രീതികളിൽ ഒന്നാണ് കിങ് ടു F1 എന്ന് പറയുന്നത്. മറ്റൊരു നല്ല രീതി കൂടെ ഉണ്ട്, അത് നമുക്ക് ഇതിനു ശേഷം കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നോക്കാം. കിങ് ടു F1. കിങ് ടു F1 വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ആദ്യം ക്വീൻ ടു E7 കളിക്കണം. കാരണം നൈറ്റ് ക്വീനെ റൂക്കിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ക്വീനെ രക്ഷിച്ചേ പറ്റുള്ളൂ. അപ്പം നൈറ്റ് ഉറപ്പായിട്ടും നമ്മുടെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യും. ഇതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മൾ പോൺ ടു D5 കളിച്ച്
വൈറ്റിൻ്റെ പോണിനെയും ബിഷപ്പിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വെച്ച് വൈറ്റിൻ്റെ ബിഷപ്പ് വെച്ച് നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിൻ്റെ കാര്യം പോക്കാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് ബിഷപ്പ് ടു G4 കളിച്ച് വൈറ്റിൻ്റെ ക്വീനെ വളരെ എളുപ്പത്തിൽ ട്രാപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ വെച്ച് വൈറ്റിൻ്റെ പോൺ വെച്ച് നമ്മുടെ ഡി പോണിനെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ബിഷപ്പ് ടു G4 കളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം വൈറ്റിന് വളരെ എളുപ്പത്തിൽ ബിഷപ്പ് ടു E2 കളിച്ച് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ ഇത് നടന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് D4 അതുകൊണ്ട് നമുക്ക് ബിഷപ്പ് ടു G4 കളിച്ചു കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ നൈറ്റ് C6 ഇരിക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് ബിഷപ്പ് ടു G4 കളിച്ചുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ നൈറ്റിനെ D4 കൊണ്ടുവരണം. ഇതിനുശേഷം നമ്മൾ ബിഷപ്പ് ടു G4 എന്ന് പറയുന്ന മൂവ് കളിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഇത് വൈറ്റിന് മനസ്സിലായി കഴിഞ്ഞാൽ വൈറ്റിന് പല രീതിക്ക് ഇതിനെ തടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോന്ന് കണ്ടു നോക്കാം. ഏറ്റവും കൂടുതൽ കളിക്കാൻ ചാൻസ് ഉള്ള മൂവ് എന്ന് പറയുന്നത് പോൺ ടു S3 ആണ്. പോൺ ടു S3 വൈറ്റ് കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ H4 കൊണ്ടുവരുന്നു. കിങ്ങിൻ്റെ അറ്റാക്കിൽ നിന്ന് നമ്മൾ ആ ബിഷപ്പിനെ രക്ഷിക്കുകയാണ്. ഇതിനുശേഷം വൈറ്റ് ഒരു നോർമൽ ഡെവലപ്മെൻറ്റൽ മൂവ് കളിക്കുന്നു, നൈറ്റ് ടു C3. ഇതിനുശേഷം നമ്മൾ നമ്മുടെ ക്വീനെ F8 കൊണ്ടുവരുന്നു. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ നൈറ്റിനെ H8 നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനാണ് ക്വീനെ F8 കൊണ്ടുവന്നത് എന്ന് തോന്നുമെങ്കിലും നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതല്ല. നമ്മൾ ഇൻഡയറക്ട്ലി കിങ്ങിനെ അറ്റാക്ക് ചെയ്യാനാണ് ഇതിനെ F5 കൊണ്ടുവന്നത്, ക്വീനെ F5 കൊണ്ടുവന്നത്. ആ നൈറ്റ് H8 ഇരിക്കാത്തതെല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. കാരണം ആ നൈറ്റ് വളരെ ഇനാക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ ഇതിന് ശേഷം വൈറ്റിന് പല രീതിയിൽ കളിക്കാവുന്നതാണ്. വൈറ്റിൻ്റെ ബെസ്റ്റ് മൂവ് ഇവിടെ കിങ് ടു G1 ആണ്. പക്ഷെ കിങ് ടു G1 പകരം വൈറ്റ് ഏതെങ്കിലും മൂവ് കളിച്ചാൽ വൈറ്റിൻ്റെ കാര്യം ഉടനെ തന്നെ തീരുമാനമാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വൈറ്റ് പോൺ ടു D3 എന്ന് പറയുന്ന മൂവ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അതിന് മുന്നിലുള്ള പോണിനെ പുഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നൈറ്റ് ടു H5 കളിക്കുന്നു. ഡിസ്കവേർഡ് ചെക്കായി ക്വീൻ വഴി. ഇതിനുശേഷം കിങ് G1 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വീൻ ടു F2 ചെക്ക്, കിങ് H2 മൂവ് ചെയ്യുന്നു ആൻഡ് ബിഷപ്പ് ടു G3 ഈസ് ചെക്ക്മേറ്റ്. ഇനി ഈ പൊസിഷന് ശേഷം വൈറ്റിന് രക്ഷപ്പെടാനുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് ജസ്റ്റ് ക്വീൻ ടു F3 മാത്രമാണ്. ക്വീൻ ടു F3 വെച്ച് ആ ചെക്കിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ നൈറ്റ് വെച്ച് ആ ക്വീനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ വെച്ച് തന്നെ അടുത്ത മൂവിൽ നൈറ്റ് മാറിക്കഴിഞ്ഞാൽ ഡിസ്കവേർഡ് ചെക്ക് വരുമെന്ന് വൈറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വൈറ്റ് ഉറപ്പായിട്ടും ഇവിടെ നിന്ന് കിങ് ടു G1 എന്ന് പറയുന്ന മൂവ് കളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ബിഷപ്പ് ടു F2 ചെക്ക് കൊടുക്കണം. ഇവിടുന്ന് വൈറ്റിന് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വൈറ്റ് ആദ്യം നമ്മുടെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈറ്റിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. ആദ്യം നൈറ്റ് ടു G4, ഡബിൾ ചെക്കാണ് ക്വീനും നൈറ്റും വഴി. കിങ് E1 മൂവ് ചെയ്യുന്നു ആൻഡ് ക്വീൻ ടു F2 ഈസ് ചെക്ക്മേറ്റ്. ഇനി ഇവിടെ വെച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാതെ കിങ് H2 പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഒരു കാര്യമില്ല. ആദ്യം നൈറ്റ് ടു G4 ചെക്ക്. പോൺ നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ നമുക്ക് അടുത്ത മൂവിൽ ക്വീൻ ടു F4 ചെക്ക് ഉണ്ട്. ഇവിടുന്ന് ചെക്ക് മാറ്റാനായിട്ട് രണ്ട് രീതികളുണ്ട്. പോൺ ടു G3 കളിച്ച് ചെക്കിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്വീൻ ടു G3 ഈസ് ചെക്ക്മേറ്റ്. അതല്ല കിങ് മൂവ് ചെയ്യുകയാണെങ്കിലും ഒരു കാര്യമില്ല, ക്വീൻ ടു H6 ഈസ് ചെക്ക്മേറ്റ്. ഇനി ഇവിടെ നിന്ന് വൈറ്റ് കിങ് ടു F1 കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിഷപ്പ് ടു G3 കളിക്കുന്നു. ഇവിടെ വീണ്ടും ഡിസ്കവേർഡ് ചെക്കിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് കിങ് G1 പോകും. നമ്മൾ ക്വീൻ ടു C5 കളിക്കുന്നു. ഇവിടെ കിങ്ങിന് കിങ് ടു F1 എന്ന് പറയുന്ന മൂവ് കളിച്ചേ പറ്റുള്ളൂ. കാരണം E2 സ്ക്വയറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ കിങ് ടു F1 കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൂവിൽ സുഖമായിട്ട് ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് കളിച്ചു പോകാനായിട്ട് നല്ലൊരു പൊസിഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ വെച്ച് വൈറ്റ് കിങ് ടു F1 കളിച്ചില്ലെങ്കിൽ ഈ ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു മൂവ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ബിഷപ്പ് ടു D3 അല്ലെങ്കിൽ പോൺ വെച്ച് ആ ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുകയോ അതുപോലത്തെ എന്തെങ്കിലും ഒരു മൂവ് കളിച്ചാൽ നമുക്ക് തൊട്ടടുത്ത മൂവിൽ തന്നെ നൈറ്റ് ടു E2 ചെക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഡബിൾ ചെക്കാണ് ക്വീനും നൈറ്റും വഴി. അപ്പോൾ കിങ് മൂവ് ചെയ്തേ പറ്റുള്ളൂ. കിങ്ങിന് F1 എന്ന് പറയുന്ന ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ ആൻഡ് ക്വീൻ ടു F2 ഈസ് ചെക്ക്മേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പൊസിഷനിൽ നിന്ന് പോൺ ടു S3 കളിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു മൂവ് നോക്കാം. നമ്മുടെ ബിഷപ്പ് G4 വരുന്നത് തടയാനായിട്ട് ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് തിരിച്ച് E2 പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
നമ്മൾ ആദ്യം നമ്മുടെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ h4ലേക്ക് കൊണ്ടുവരും. ഇതിനുശേഷം വൈറ്റ് പോൺ ടു d3 പോലത്തെ ഒരു മൂവ് കളിച്ച് വൈറ്റിൻ്റെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആക്കാൻ ശ്രമിച്ചു. ഇതിനുശേഷം നമ്മൾ ക്വീൻ ടു f8 കളിക്കുന്നു. കഴിഞ്ഞ വേരിയേഷനിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇൻഡയറക്ട്ലി വൈറ്റിൻ്റെ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിനുശേഷം വൈറ്റ് പോൺ ടു c3 പോലത്തെ ഒരു മൂവ് കളിച്ച് നമ്മുടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ വൈറ്റിൻ്റെ കാര്യം പോക്കാണ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെ ലൈൻസ് ആണ് വരുന്നത്. നൈറ്റ് g4 ഡബിൾ ചെക്ക്. ഇതിനുശേഷം ബിഷപ്പ് ടു f3 വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നൈറ്റ് വെച്ച് f2ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെയും ക്വീനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ക്വീനിന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ക്വീൻ ടു a4 ചെക്കാണ്. ഇതിനുശേഷം നമുക്ക് പോൺ ടു b5 കളിച്ച് ആ ക്വീനെ വീണ്ടും അറ്റാക്ക് ചെയ്യാം. ക്വീൻ തിരിച്ച് a3ലേക്ക് പോകുന്നു. ബിഷപ്പ് ടു e7 നമ്മൾ ആ ക്വീനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ ടു a5. ഇതിനുശേഷം നമ്മുടെ നൈറ്റ് വെച്ച് വൈറ്റിൻ്റെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. വൈറ്റിൻ്റെ പോൺ വെച്ച് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മുടെ ക്വീൻ വെച്ച് ആ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഈ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കളിച്ച് പോകാനായിട്ട് അത്യാവശ്യം വളരെ നല്ലൊരു പൊസിഷനാണ് ഇത്. നമുക്ക് തന്നെയാണ് ഈ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ്. ഇനി ഇവിടെ നിന്ന് വൈറ്റ് കിങ് ടു g1 പോലത്തെ ഒരു മൂവ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഡിസ്കവേർഡ് ചെക്കിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ വേരിയേഷനിൽ കണ്ടതുപോലെ തന്നെ. പക്ഷേ നേരത്തെ വേരിയേഷനിൽ വൈറ്റ് കിങ് ടു g1ലേക്ക് പോയി കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ വേരിയേഷനിലൂടെ വൈറ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വൈറ്റിന് കളിച്ച് നിൽക്കാനെങ്കിലും പറ്റുമായിരുന്നു. പക്ഷേ ഈ വേരിയേഷനിൽ വൈറ്റ് കിങ് ടു g1ലേക്ക് പോയാൽ വൈറ്റിൻ്റെ കാര്യം പോക്കാണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നൈറ്റ് ടു g4. ഇതിനുശേഷം പല രീതിക്ക് ഗെയിം മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ ബിഷപ്പ് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മൂവിൽ ക്വീൻ ടു f2 ഈസ് ചെക്ക്മേറ്റ്. ഇനി അതല്ല ക്വീൻ ടു f1 പോലത്തെ ഒരു മൂവ് കളിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുക്കുന്നു. ഇതിനുശേഷം ക്വീൻ നമ്മുടെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് ക്വീൻ ക്യാപ്ചേഴ്സ് ക്വീൻ ഈസ് ചെക്ക്മേറ്റ്. ഇനി ഇവിടെ നിന്ന് ബിഷപ്പ് ടു f3 പോലത്തെ ഒരു മൂവ് വൈറ്റ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. എങ്കിലും കാര്യമില്ല. ആദ്യം നൈറ്റ് ടു f2 നമ്മൾ കളിക്കുന്നു. ക്വീനെ റൂക്കിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്വീൻ രക്ഷപ്പെടാനായിട്ട് ക്വീൻ ടു f1 പോലത്തെ ഒരു മൂവ് കളിക്കുന്നു. ഇതിനുശേഷം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ നൈറ്റിനെയും കൂടെ കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് പോൺ നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. നമ്മുടെ ക്വീൻ വെച്ച് ആ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ നിന്ന് ചെക്ക്മേറ്റ് ഉറപ്പാണ്. ചെക്ക്മേറ്റ് തടയാനായിട്ട് അല്ലെങ്കിൽ ചെക്ക്മേറ്റ് ഡിലേ ചെയ്യിക്കാനായിട്ട് ആകെ ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ക്വീൻ ടു g2 ആണ്. ഇതിനുശേഷം നമ്മൾ നൈറ്റ് ടു s3 വീണ്ടും ചെക്ക് കൊടുക്കുന്നു. ക്വീൻ നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് ക്വീൻ ടു f2 ഈസ് ചെക്ക്മേറ്റ്. ഇനി ഇവിടെ നിന്ന് ക്വീൻ ടു e1 കളിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. വീണ്ടും നൈറ്റ് ടു s3 ചെക്ക്. ഇതിനുശേഷം കിങ് f1ലേക്ക് വരുന്നു. ബിഷപ്പ് ക്യാപ്ചേഴ്സ് ക്വീൻ ആൻഡ് ഇവിടെ നിന്ന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നമുക്കിവിടുന്ന് വളരെ എളുപ്പത്തിൽ കളിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നിന്ന് വൈറ്റ് ക്വീൻ ടു d2 പോലത്തെ ഒരു മൂവ് കളിച്ചാലോ? എങ്കിലും ഒരു കാര്യമില്ല. ആദ്യം നൈറ്റ് ക്യാപ്ചേഴ്സ് ഓൺ f3 വിത്ത് ചെക്ക്. ഒരു ഫോർക്കാണ്. ഇവിടെ നിന്ന് ക്വീനെ രക്ഷിക്കാനായിട്ട് പോൺ വെച്ച് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് വൈറ്റ് ശ്രമിച്ചാൽ ഒരു കാര്യമില്ല. ഇതിനുശേഷം നമ്മൾ നമ്മുടെ ക്വീൻ വെച്ച് ആ പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് f1ലേക്ക് വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ ക്യാപ്ചേഴ്സ് റൂക്ക് ഈസ് ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് കിങ് f1ലേക്ക് വരുന്നു. ഇതിനുശേഷം നൈറ്റ് ടു s3 വീണ്ടും ചെക്കാണ്. ക്വീൻ ടു f2 വെച്ച് ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിനുശേഷം ക്വീൻ ക്യാപ്ചേഴ്സ് ക്വീൻ ഈസ് ചെക്ക്മേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പൊസിഷനിൽ നിന്ന് വൈറ്റ് ബിഷപ്പ് ടു e2 കളിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു വേരിയേഷൻ കണ്ടു നോക്കാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വേരിയേഷൻ കണ്ടു നോക്കാം. ഇവിടെ നിന്ന് വൈറ്റ് പോൺ ടു c3 കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കളിക്കണം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ബിഷപ്പിനെ g4ലേക്ക് വരുന്നതിനെ വൈറ്റ് തടയുകയല്ല ചെയ്യുന്നത്. മറിച്ച് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വൈറ്റിൻ്റെ ക്വീനിനെ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് വൈറ്റ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നൈറ്റിനെ വൈറ്റിൻ്റെ പോൺ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടുന്ന് ആദ്യം ബിഷപ്പ് ടു g4 തന്നെ കളിക്കുക. അപ്പോൾ ക്വീൻ ഇവിടെ നിന്ന് ഉറപ്പായിട്ട് ഓടിപ്പോകും. ക്വീൻ ടു f4 ചെക്ക്. നമ്മൾ നമ്മുടെ നൈറ്റ് വെച്ച് ആ ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. നൈറ്റ് ടു d7. ഇതിനുശേഷം വൈറ്റ് ഉറപ്പായിട്ടും നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യും. ഇതിനുശേഷം നമ്മൾ ക്വീൻ ടു f6 കളിക്കുന്നു. വൈറ്റിൻ്റെ പോൺ നമ്മുടെ അടുത്ത പോണിനെ വീണ്ടും ക്യാപ്ചർ ചെയ്യുന്നു. ഡി ക്യാപ്ചർ c. ഇതിനുശേഷം നമ്മൾ ക്വീൻ ടു f4 കളിക്കുന്നു. ഇവിടെ വൈറ്റിന് ചെക്ക്മേറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് ക്വീൻ ടു e2 എന്ന് പറയുന്ന മൂവ് മാത്രമാണ്. പക്ഷേ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൂവിൽ തന്നെ
വൈറ്റിൻ്റെ ക്വീനിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി വൈറ്റിൻ്റെ ക്വീൻ പോകുമെന്ന് പേടിച്ച് വൈറ്റ് ഈ മൂവ് കളിച്ചില്ലെങ്കിൽ വൈറ്റ് വേറെ ഏതെങ്കിലും ഒരു മൂവ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നൈറ്റ് C3 പോലത്തെ ഒരു നോർമൽ ഡെവലപ്മെൻ്റൽ മൂവ് കളിച്ചാൽ അവിടെ തീർന്നു. നമ്മൾ ആദ്യം ബിഷപ്പ് ടു E3 ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുന്നു, കിങ് മൂവ് ചെയ്യുന്നു ആൻഡ് ക്വീൻ ടു F2 ഈസ് ചെക്ക്മേറ്റ്. ഇനി നമ്മൾ ഇത്രയും നേരം കണ്ട കാര്യങ്ങളൊക്കെ ഈ പൊസിഷനിൽ നിന്ന് നൈറ്റ് നമ്മുടെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും. എങ്കിലും സാധ്യത കുറവാണെങ്കിലും നടക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നൈറ്റ് റൂക്കിനെ എടുക്കാതെ വൈറ്റ് കിങ് നമ്മുടെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം റൂക്ക് ടു F8 കളിക്കുന്നു. നൈറ്റിൻ്റെ അറ്റാക്കിൽ നിന്ന് നമ്മൾ നമ്മുടെ റൂക്കിനെ രക്ഷിക്കുന്നു. ഇവിടെ നിന്ന് മെയിനായിട്ട് 2 മൂവ്സാണ് കണ്ടുവരാറുള്ളത്. ഒന്ന് നൈറ്റ് C3. നൈറ്റ് C3 കളിച്ചാൽ നമ്മൾ ആദ്യം ക്വീൻ ടു C5 ചെക്ക് കൊടുക്കുന്നു. കിങ് മൂവ് ചെയ്ത ശേഷം നമ്മൾ ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. നമുക്ക് വളരെ എളുപ്പത്തിൽ കളിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇതിനുശേഷം മറ്റൊരു മൂവ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോൺ ടു D3 ആണ്. പോൺ ടു D3 വൈറ്റ് കളിച്ചാൽ നമ്മൾ പോൺ ടു D5 കളിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 2 രീതിക്ക് ഗെയിം മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ ബിഷപ്പ് നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്താൽ നമ്മൾ ഇവിടെ നമ്മുടെ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. തിരിച്ചും ഉറപ്പായിട്ടും വൈറ്റിൻ്റെ പോൺ നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വീൻ ടു F7 ചെക്ക് കൊടുക്കുന്നു. കിങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മൂവിൽ നമുക്ക് ക്വീൻ ടു F2 ചെക്ക്മേറ്റ് ആക്കാവുന്നതാണ്, കിങ് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ചെക്കിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ചില മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ബിഷപ്പ് ടു F4 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യം നമ്മുടെ ക്വീൻ വെച്ച ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു, വീണ്ടും ചെക്കായി. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെക്ക്മേറ്റ് ആയി പോകും. നമ്മൾ അടുത്ത മൂവിൽ ക്വീൻ ടു H4 ചെക്ക് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് വൈറ്റിൻ്റെ ക്വീൻ ഇവിടെ ട്രാപ്ഡായി. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ക്വീനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. മറ്റൊരു വഴി എന്ന് പറയുന്നത് ഈ പൊസിഷനിൽ വെച്ച് തന്നെ ക്വീൻ വെച്ച് നമ്മുടെ ചെക്കിനെ ബ്ലോക്ക് ചെയ്ത് ഒരു ക്വീൻ എക്സ്ചേഞ്ച് വൈറ്റ് നടത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കിവിടെ ക്വീൻ എക്സ്ചേഞ്ചിന് പോകേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നേരെ ഈ D5 ഈ പോണിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വൈറ്റിൻ്റെ ക്വീൻ ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ക്വീനെ എടുക്കാം. ഇനി ഇവിടെ വെച്ച് ബിഷപ്പ് നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്യാതെ വൈറ്റിൻ്റെ പോൺ വെച്ച് തന്നെ നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നൈറ്റ് G4 ചെക്ക് കൊടുക്കാം. ഇവിടെ കിങ്ങിനുള്ള ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് കിങ് ടു E1 ആണ്. കിങ് E1 പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മൂവിൽ നമ്മുടെ ക്വീൻ വെച്ച് ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാം. നമുക്ക് വളരെ നല്ലൊരു പൊസിഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി കിങ് E1 പോവാതെ വേറെ ഏതെങ്കിലും ഒരു മൂവ് കളിക്കുകയാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് കിങ് ടു G1 പോലത്തെ ഒരു മൂവ് കളിച്ചാൽ വൈറ്റിന് നേരത്തെ ഉണ്ടായിരുന്ന പൊസിഷനേക്കാൾ വളരെ വളരെ മോശപ്പെട്ട ഒരു പൊസിഷനായിരിക്കും കിട്ടുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ ക്വീൻ ടു C5 ചെക്ക് കൊടുക്കുന്നു. ഇതിനുശേഷം പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതാണ് ബെസ്റ്റ് മൂവ്. ഇതിനുശേഷം നമ്മൾ നൈറ്റ് ടു D4 വെച്ച് ആ പോണിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ നിന്ന് കിങ് F1 പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം ഈ ബിഷപ്പിനെ രക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ കിങ് F1 പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് കളിക്കാനായിട്ട്. ആദ്യം നമ്മൾ ആ ബിഷപ്പിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യുന്നു, വീണ്ടും ചെക്കായി. കിങ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതിലും വളരെ മോശപ്പെട്ട ഒരു പൊസിഷനിലാണ് വൈറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം, അതായത് ട്രാക്സ്ലർ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് വൈറ്റിന് രക്ഷപ്പെടാനായിട്ട് 2 വഴികളുണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതിലൊന്ന് ബിഷപ്പ് ക്യാപ്ചേഴ്സ് F2 ചെക്കിന് ശേഷം കിങ് ടു F1 കളിക്കുന്നത് തന്നെ. അതായിരുന്നു നമ്മൾ ഇത്ര നേരം കണ്ടത്. രണ്ടാമത്തെ ഒരു മെത്തഡ് എന്ന് പറയുന്നത് അധികം ആർക്കും അറിയാത്തൊരു മെത്തഡാണ്. പക്ഷേ നമ്മൾ ആദ്യം കണ്ട മെത്തഡിനേക്കാളും എന്തുകൊണ്ടും മികച്ചത് ഈ മെത്തഡാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. ആദ്യത്തെ മെത്തഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മെത്തഡ് എന്തുകൊണ്ട് മികച്ചു നിൽക്കുന്നു എന്നുള്ളത്. നമുക്ക് ആദ്യം ഈ മെത്തഡ് എങ്ങനെയാണെന്നുള്ളത് കാണാം. നമ്മൾ ഇത്രയും നേരം കണ്ടത് മുഴുവൻ നൈറ്റ് F7 പോണിനെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം ക്വീനെയും റൂക്കിനെയും ഒരുമിച്ച് ഫോർക്ക് ചെയ്യുന്നതായിരുന്നു. ഇതിന് പകരം വൈറ്റ് ഇവിടെ കളിക്കേണ്ടത് ബിഷപ്പ് ക്യാപ്ചേഴ്സ് ഓൺ F7 ചെക്കാണ്. അപ്പോൾ ഇവിടെ ചെക്കായിട്ടുണ്ട്. കിങ്ങിന് മൂവ് ചെയ്തേ പറ്റുള്ളൂ. കിങ് E7 മൂവ് ചെയ്യുന്നു. നമ്മൾ തിരിച്ച് ബിഷപ്പിനെ C4 കൊണ്ടുപോകുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് റൂക്ക് ടു F8 ആണ്. നമ്മൾ ഇവിടെ ക്യാസൽ ചെയ്യുന്നു, നമ്മുടെ കിങ്ങിനെ സേഫ് ആക്കാനും റൂക്കിനെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനും. ഇതിനുശേഷം ബ്ലാക്ക് പോൺ ടു H6 കളിക്കുന്നു. നമ്മൾ നമ്മുടെ നൈറ്റിനെ അറ്റാക്ക് വരുന്നതുകൊണ്ട് നൈറ്റിനെ തിരിച്ച് F3 കൊണ്ടുവരുന്നു.
ബ്ലാക്ക് പോൺ ടു D6 കളിച്ച് ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ ഡയഗണൽ ഓപ്പൺ ആക്കുന്നു. നമ്മൾ നൈറ്റ് C3 കളിക്കുന്നു. നോർമൽ ഡെവലപ്മെൻറ്റൽ മൂവ് ആണ്. ഇതിന് ശേഷം ബ്ലാക്ക് ബിഷപ്പ് ടു G4 കളിച്ച് നമ്മുടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നമ്മൾ ബിഷപ്പ് ടു E2 കളിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഈ ഒരു പൊസിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈറ്റിന് തന്നെയാണ് ഇവിടെ ഉറപ്പായിട്ടും അഡ്വാൻറ്റേജ് ഉള്ളത്. മെയിൻ കാരണം കിങ്ങിൻ്റെ സേഫ്റ്റി തന്നെയാണ്. ബ്ലാക്കിൻ്റെ കിങ് വളരെ അൺസേഫാണ്. ബ്ലാക്കിന് ഇനി ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. നേരെ മറിച്ച് വൈറ്റിൻ്റെ കിങ്ങിനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വൈറ്റിൻ്റെ കിങ് വളരെ സേഫാണ്. വൈറ്റിൻ്റെ എഫിലിരിക്കുന്ന റൂക്കിനെയും വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ക്യാൻസൽ ചെയ്തതുകൊണ്ട്. ഇനി നമ്മൾ മറ്റൊരു മെത്തഡുമായിട്ട് നേരത്തെ കണ്ട മെത്തഡുമായിട്ട് നോക്കുമ്പോൾ ഈ മെത്തഡ് എന്തുകൊണ്ട് മികച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, കിങ് ടു F1 കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വൈറ്റ് വളരെ വളരെ ചിന്തിച്ച് ആലോചിച്ച് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ വൈറ്റിന് ട്രാപ്പിലായി പെട്ടുപോയി കഴിയാൻ ഒരുപാട് ചാൻസസ് ആ മെത്തഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് വളരെ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ വൈറ്റ് ഉറപ്പായിട്ടും അതിനകത്ത് പെട്ടുപോകും. 2, ഈ ഒരു മെത്തഡ് കളിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ആദ്യത്തെ മെത്തഡുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തഡ് സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. പിന്നെ ആദ്യത്തെ മെത്തഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു റൂക്കിനെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ മെത്തഡിൽ നോക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ നൈറ്റ് വെച്ച് ബ്ലാക്കിൻ്റെ H റൂക്കിനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ക്യാൻസൽ ചെയ്യാത്തിടത്തോളം കാലം ആ റൂക്ക് പെട്ടെന്നൊന്നും ആക്റ്റീവ് ആവില്ല. ലേറ്റ് മിഡിൽ ഗെയിം ടു എൻഡ് ഗെയിം ഫേസിൽ മാത്രമേ ആ റൂക്ക് ആക്റ്റീവ് ആവുള്ളൂ. 2, ആ റൂക്കിനെ നമ്മൾ ക്യാപ്ചർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു നൈറ്റിനെ കുറേ നേരത്തേക്ക് നമുക്ക് H8 തന്നെ വെക്കേണ്ടി വരും. അപ്പോൾ ആ നൈറ്റ് അവിടെ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെത്തഡ് നോക്കുമ്പോൾ നമുക്കിവിടെ റൂക്കിനെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പീസ് വൈസ് നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. പക്ഷെ പൊസിഷണലി നമ്മൾ ബ്ലാക്കിനേക്കാളും വളരെ വളരെ മുന്നിട്ട് നിൽക്കുകയാണ്. ബ്ലാക്കിന് പെട്ടെന്ന് ഒരു ട്രാപ്പിലൂടെ നമ്മളെ വീഴ്ത്താനോ അല്ലെങ്കിൽ ബ്ലാക്കിന് പെട്ടെന്ന് അഡ്വാൻറ്റേജ് എടുക്കാനോ ഒന്നും ഈ ഒരു മെത്തഡിൽ സാധ്യമല്ല. അല്ലെങ്കിൽ വൈറ്റ് എന്തെങ്കിലും ഒരു ഹിമാലയൻ മണ്ടത്തരം കാണിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ബ്ലാക്കിന് തിരിച്ച് ഒരു അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തഡ് അധികം ആൾക്കാർക്ക് അറിയില്ല. ട്രാക്സിൽ കൗണ്ടർ അറ്റാക്കിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും മികച്ച മെത്തഡാണ് ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ട്രാക്സിൽ കൗണ്ടർ അറ്റാക്കിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു. ആസെറ്റ്, ഡിക്ലൈൻഡ് എല്ലാം കണ്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ കമൻസിൽ പറയുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.